السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരങ്ങളെ, മഹാനായ ഖലീഫ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടുത്തെ ഭരണകാലത്ത് വിവിധ പ്രദേശങ്ങളിലേക്ക് അയക്കാറുണ്ടായിരുന്ന കത്തുകളിൽ നമുക്ക് കാണാം, ഇന്ന അഹമ്മ ഉമൂരിക്കും ഇൻദി അസ്സലാഹ് ഫമൻ ഹഫിളഹ വഹാഫള അലൈഹ ഫഖദ് ഹഫിള ദീനഹ വമൻ ضيعഹ ഫഹുവ ലിമാ സിവാഹ അദിയ. ആരാണോ നിസ്കാരം സൂക്ഷിക്കുകയും അത് മുറുകെ പിടിക്കുകയും ചെയ്യുന്നത്, അവൻ തൻ്റെ ദീൻ കാത്തു സൂക്ഷിച്ചിരിക്കുന്നു. ഇന്ന അഹമ്മ ഉമൂരിക്കും ഇൻദി അസ്സലാഹ്, നിങ്ങളുടെ കാര്യങ്ങളിൽ ഏറ്റവും പ്രാധാന്യമുള്ളതായി ഞാൻ മനസ്സിലാക്കുന്നത് നിസ്കാരമാണ്. ആരെങ്കിലും അത് പാഴാക്കി കളഞ്ഞാൽ അവൻ ബാക്കിയുള്ളത് അതിനേക്കാൾ പാഴാക്കി കളയുന്നവനായിരിക്കും. പ്രിയമുള്ള സഹോദരങ്ങളെ, നാം അള്ളാഹുവിങ്കൽ നാളെ പരലോകത്ത് ചെന്നെത്തിയാൽ നമ്മുടെ കർമ്മങ്ങളുടെ കാര്യത്തിൽ ആദ്യം ചോദ്യം നേരിടേണ്ടി വരിക, ആദ്യം വിചാരണ ചെയ്യപ്പെടുക നിസ്കാരത്തിൻ്റെ കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അവ്വല മാ യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമത്തി മിൻ അമലിഹി സ്വലാത്തുഹു ഫഇൻ സ്വലഹത് ഫഖദ് അഫ്ലഹ വഅൻജഹ് വഇൻ ഫസദത് ഖാബ വഖസിർ. കർമ്മങ്ങളിൽ ഒരു മനുഷ്യൻ നാളെ പരലോകത്ത് റബ്ബിൻ്റെ അരികിൽ ആദ്യം ചോദ്യം ചെയ്യപ്പെടുക അവൻ്റെ നിസ്കാരത്തെക്കുറിച്ചാണ്. അതെങ്ങാനും നന്നായാൽ അവൻ വിജയിച്ചിരിക്കുന്നു, രക്ഷപ്പെട്ടിരിക്കുന്നു. അതെങ്ങാനും മോശമായി പോയാൽ ഖാബ വഖസിർ, അവൻ നഷ്ടക്കാരുടെ കൂട്ടത്തിൽ പെട്ടുപോയിരിക്കുന്നു, അവൻ്റെ കാര്യം തുലഞ്ഞുപോയിരിക്കുന്നു. നോക്കൂ പ്രിയമുള്ളവരെ, അത് നന്നായാൽ ബാക്കിയുള്ളതെല്ലാം നന്നാകും, അത് സ്വീകരിക്കപ്പെട്ടാൽ ബാക്കിയുള്ളതെല്ലാം സ്വീകരിക്കപ്പെടും. അത് ദുഷിച്ചു പോയാൽ, അതിൽ കേടുപാടുകൾ സംഭവിച്ചാൽ, അതിൽ തകരാറുകൾ ഉണ്ടായാൽ ബാക്കിയുള്ളത് അതിനേക്കാൾ കേടുപാടിലായിരിക്കും, തകരാറിലായിരിക്കും, ബാക്കിയുള്ളത് സ്വീകരിക്കപ്പെടുകയില്ല. ആദ്യത്തെ നിർബന്ധ കർമ്മം അത് നിസ്കാരമാണ്. നോക്കൂ, ഈ ദീനിൽ അവസാനമായി നഷ്ടപ്പെട്ടു പോകുന്ന ദീനിൻ്റെ ചിഹ്നം അത് നിസ്കാരമാണ്. ചുരുക്കി പറഞ്ഞാൽ ദീനിൻ്റെ തുടക്കവും ഒടുക്കവും നിസ്കാരമാണ്. അതുകൊണ്ട് അത് ഇല്ലാതായി പോയാൽ പിന്നെ ദീനില്ല, ഇസ്ലാമില്ല. നോക്കൂ പ്രിയമുള്ളവരെ, അല്ലാഹു റബ്ബുൽ ആലമീൻ ഈ ശ്രേഷ്ഠമായ കർമ്മം നമ്മെ പഠിപ്പിച്ചത് മുഅ്മിനുകൾക്ക്, ഈമാൻ ഹൃദയത്തിൽ നിറഞ്ഞവർക്ക് അവരുടെ ഹൃദയങ്ങളിൽ അതിനോളം ഇഷ്ടമുള്ള മറ്റൊരു കാര്യമില്ല. അവർക്കത് കൺകുളിർമയായിരിക്കും, അതിൽ അവർ ആശ്വാസം കണ്ടെത്തും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാലിനോട് പറയാറുണ്ടായിരുന്നത് പോലെ, യാ ബിലാൽ അഖിമിസ് സ്വലാഹ് അരിഹ്നാ ബിഹാ. ബിലാൽ നിസ്കാരത്തിന് ഇഖാമത്ത് കൊടുത്താലും നമുക്ക് അത് മുഖേന ആശ്വാസം നൽകിയാലും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, വജുഇലത് ഖുറത്തു ഐനി ഫിസ് സ്വലാഹ്, എൻ്റെ കൺകുളിർമയുള്ളത് നിസ്കാരത്തിലാണ്. നോക്കൂ, ഇതിലേക്ക് അള്ളാഹു മുഅ്മിനുകൾക്ക് ഹിദായത്ത് നൽകിയത്, ഈ ശ്രേഷ്ഠമായ കർമ്മം അള്ളാഹു നമ്മെ പഠിപ്പിച്ചത് അത് നമുക്ക് വേണ്ടിയാണ്.
നമ്മുടെ നന്മകളെല്ലാം അതിലാണുള്ളത്. നമ്മുടെ ജീവിതം നേരെയാവുക, ശരിപ്പെടുക, അള്ളാഹുവുമായുള്ള ബന്ധം നിലനിൽക്കുക ഇതിലൂടെയാണ്, നിസ്കാരത്തിലൂടെയാണ്. അള്ളാഹുവിന് അവൻ്റെ പടപ്പുകളുടെ സുജൂദ് കൊണ്ടോ റുക്കൂഅ് കൊണ്ടോ വല്ല ആവശ്യവുമുള്ളത് കൊണ്ടല്ല, ഒരിക്കലുമല്ല. മറിച്ച് നാമാണ് ആവശ്യക്കാർ. നമ്മുടെ റബ്ബിനെ സ്മരിക്കാൻ, അവന് റുക്കൂഅ് ചെയ്യാൻ, അവന് സുജൂദ് ചെയ്യാൻ ആവശ്യക്കാർ നമ്മളാണ്. നമ്മുടെ ഹൃദയത്തിൻ്റെ ജീവൻ നിലനിൽക്കാൻ, നമ്മുടെ ജീവിതം അത് നന്മ നിറഞ്ഞതാകാൻ അതില്ലാതെ നമുക്ക് സാധ്യമല്ല. എന്താണ് പ്രിയമുള്ളവരെ, ഇതിൻ്റെ ശ്രേഷ്ഠത എത്രയാണ്, അതിനുള്ള പ്രതിഫലം എത്രയാണ്. ഇമാം മുസ്ലിമിൻ്റെ സഹീഹിൽ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, മാ മിൻ ഇംറിഇൻ മുസ്ലിമിൻ തഹ്ദുറുഹു സ്വലാത്തുൻ മക്തൂബത്തുൻ ഫയുഹ്സിനു വുദൂഅഹാ വഖുശൂഅഹാ വറുകൂഅഹാ. ഏതൊരു മുസ്ലിമിനാണോ നിർബന്ധ നിസ്കാരത്തിൻ്റെ സമയമെത്തുകയും അവൻ അതിനുവേണ്ടി നന്നായി വുദൂ ചെയ്യുകയും നല്ല ഖുശൂഅോടെ, ഭയഭക്തിയോടെ കർമ്മങ്ങളെല്ലാം റുക്ഉഉം സുജൂദുമെല്ലാം യഥാർത്ഥ രൂപത്തിൽ ചെയ്തുകൊണ്ട് അവനത് നിർവഹിച്ചാൽ ഇല്ലാ കാനത് കഫാറത്തൻ ലിമാ ഖബ്ലഹാ മിനദ് ദുനൂബ്, അവൻ്റെ മുൻപ് കഴിഞ്ഞുപോയ പാപങ്ങളെല്ലാം അത് മുഖേന പൊറുക്കപ്പെടുന്നതാണ്. മാ ലം യുഅതി കബീറതൻ, അവൻ വൻ പാപങ്ങൾ വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒഴികെ. വദാലിക ദഹറ കുല്ലഹ്, എല്ലാ കാലവും ഇങ്ങനെയായിരിക്കും. നോക്കൂ, അത് മുഖേന ലഭിക്കുന്ന പാപമോചനം എത്ര വലുതാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നതായി നമുക്ക് കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തുണ്ടായ രോഗത്തിൽ അവിടുന്ന് പ്രയാസപ്പെട്ട് കഴിയവേ 2 സഹാബിമാരുടെ ചുമലുകളിൽ കൈവച്ചുകൊണ്ട് നിസ്കാരത്തിനു വേണ്ടി മസ്ജിദിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു. ആയിഷ റളിയല്ലാഹു അൻഹ ചില ആളുകൾ നിസ്കാരത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ ഹദീസ് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. എന്നിട്ട് നമ്മുടെ ഉമ്മുൽ മുഅ്മിനീൻ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഖറജ യുഹാദ ബൈന റജുലൈൻ കഅന്നി അൻദുറു ഇലാ റിജ്ലൈഹി തഖുത്താനി മിനൽ വജഅ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയാസപ്പെട്ട് 2 പേരുടെ ചുമലിൽ കൈവച്ച് നിസ്കാരത്തിനു വേണ്ടി പോകുമ്പോൾ നബിയുടെ കാലുകൾ അതിങ്ങനെ മണ്ണിൽ ഉരഞ്ഞുകൊണ്ട് മണലിൽ അടയാളം ബാക്കി വെച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലുകൾ നീങ്ങിയത്. അത് ഞാൻ നോക്കിക്കാണുന്നത് പോലെ ഉണ്ട് എന്ന്. യാ സുബ്ഹാനല്ലാഹ്, നോക്കൂ നിങ്ങൾ, അതുപോലുള്ള പ്രയാസഘട്ടങ്ങളിൽ വീട്ടിൽ വെച്ച് നിസ്കരിക്കാൻ സാധിക്കുന്നത് പോലെ നിസ്കരിക്കാനുള്ള ഇളവുണ്ട്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിൻ്റെ പ്രാധാന്യം അത്രയും അധികമുണ്ട് എന്ന് ഉമ്മത്തിനെ പഠിപ്പിച്ചുകൊണ്ട് അതിനത്രയും മുന്തിയ വില വെച്ചുകൊണ്ട് ആ നിസ്കാരം നിലനിർത്താൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രയാസഘട്ടത്തിൽ പോലും പരിശ്രമിച്ചുവെങ്കിൽ എത്ര വലിയ പാഠമാണ് പ്രിയമുള്ളവരെ നമുക്കതിലുള്ളത്. അള്ളാഹുവിൻ്റെ മുഴുവൻ നബിമാർക്കും അള്ളാഹു നിശ്ചയിച്ച അമലാണ് നിസ്കാരം എന്ന് പറയുന്നത്. ഇബ്രാഹിം അലൈഹിസ്സലാം ഹാജറിനെയും കുഞ്ഞുമകൻ ഇസ്മായിലിനെയും മക്കയിൽ ആ മണലാരണ്യത്തിലാക്കി പോകവേ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച പ്രാർത്ഥന അത് പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് ഇബ്രാഹിമിൽ നമുക്ക് കാണാം. റബ്ബന ഇന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദി സറഇൻ ഇൻദ ബൈതികൽ മുഹറം റബ്ബന ലിയുഖീമുസ് സ്വലാഹ്. അല്ലാഹുവേ, ഒന്നുമില്ലാത്ത, ഫലങ്ങളില്ലാത്ത, ചെടികളില്ലാത്ത ഈ ഭൂമിയിൽ നിന്റെ ബൈത്തിന്റെ അരികിൽ ഞാനിവരെ വിട്ടേച്ചു പോകുന്നു. റബ്ബന ലിയുഖീമുസ് സ്വലാഹ്, അവർ നിസ്കാരം നിലനിർത്താൻ വേണ്ടി. മറ്റൊരു അമലും മറ്റൊരു പ്രവർത്തനവും ഇബ്രാഹിം അലൈഹിസ്സലാം അവിടെ പറയുകയുണ്ടായില്ല. അള്ളാഹു നബിമാരെ എണ്ണി എണ്ണി പറഞ്ഞ് അവരെ കുറിച്ച് പറയുകയാണ്, വജഅൽനാഹും അഇമ്മതൻ യഹ്ദൂന ബിഅംരിനാ വഔഹൈനാ ഇലൈഹിം ഫിഅലൽ ഖൈറാത്തി വഇഖാമസ് സ്വലാത്തി വഇതാഅസ് സകാത്ത്. അവരെ നാം സന്മാർഗത്തിലേക്ക് നയിക്കുന്ന നേതാക്കന്മാരാക്കി, നമ്മുടെ കൽപ്പന അനുസരിച്ച് നേർമാർഗത്തിലേക്ക് ജനങ്ങളെ നയിക്കുന്ന ആളുകളാക്കിയിരിക്കുന്നു. വഔഹൈന ഇലൈഹിം, അവർക്ക് നാം വഹി നൽകി. ഫിഅലൽ ഖൈറാത്തി വഇഖാമസ് സ്വലാത്തി വഇതാഅസ് സകാത്ത്, നന്മകൾ പ്രവർത്തിക്കാൻ, നിസ്കാരം നിലനിർത്താൻ, സകാത്ത് നൽകുവാൻ. അള്ളാഹുവിൻ്റെ നബിമാരുടെ ചരിത്രങ്ങളിൽ ആവർത്തിച്ച് നമുക്ക് നിസ്കാരത്തിൻ്റെ കാര്യം കാണാം. ശുഐബ് അലൈഹിസ്സലാമിനോട് ശത്രുക്കൾ ചോദിക്കുകയാണ്, യാ ശുഐബു അസലാതുക തഅമുറുക അൻ നത്രുക മാ യഅബുദു ആബാഉന. ഓ ശുഐബ്, നിന്റെ നിസ്കാരമാണോ നിന്നോട് ഞങ്ങൾ ആരാധിക്കുന്ന ഇലാഹുകളെ ഞങ്ങൾ വെടിയണമെന്ന് കൽപ്പിക്കുന്നത്? ശത്രുക്കൾക്ക് പോലും അറിയാം അള്ളാഹുവിൻ്റെ നബിമാർ ഏറ്റവും പ്രാധാന്യപൂർവ്വം കാണുന്ന പ്രവർത്തനം ഏതാണ് എന്ന്. മൂസാ നബി അലൈഹിസ്സലാമിനോട് അള്ളാഹു പറഞ്ഞു, വാഖിമിസ് സ്വലാത ലിദിക്രി, എൻ്റെ ദിക്ർ നിലനിർത്താൻ വേണ്ടി
നീ നിസ്കാരം നിലനിർത്തുക. ഈസ അലൈഹിസ്സലാം പറഞ്ഞതായി ഖുർആനിൽ അതാ, വൗസാനി ബിസ്സലാത്തി വസ്സകാത്തി, ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം അള്ളാഹു എന്നോട് നിസ്കാരം കൽപ്പിച്ചിരിക്കുന്നു, സകാത്ത് കൽപ്പിച്ചിരിക്കുന്നു. ജിബ്രീൽ അലൈഹിസ്സലാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിസ്കാരത്തിൻ്റെ സമയങ്ങൾ പഠിപ്പിച്ചു കൊടുത്തതിന് ശേഷം പറഞ്ഞതായി ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം, ഹാദാ വഖ്തുൽ അംബിയാഇ ഖബ്ലക്, നബിയെ താങ്കൾക്ക് മുൻപുള്ള നബിമാരുടെ എല്ലാം നിസ്കാര സമയമാണ് ഇത്. നോക്കൂ, അള്ളാഹുവിൻ്റെ അംബിയാഇൻ്റെ മുഴുവൻ മാതൃകയാണ് പ്രിയമുള്ളവരെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അന്തിമ വസിയ്യത്തുകളിൽ ഒന്ന് എന്തായിരുന്നു? അലി ഇബ്നു അബി ത്വാലിബ് പറയുന്നത് കാണാം, വേറെയും സഹാബിമാർ പറയുന്നത് കാണാം. നമ്മുടെ ഉമ്മയായ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയുകയാണ്, അന്നഹു കാന ആമ്മതു വസിയ്യത്തി നബിയില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇൻദ മൗതിഹി അസ്സലാഹ് വമാ മലകത് ഐമാനുക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിൻ്റെ വേളയിൽ നബി പറഞ്ഞ വസിയത്ത് അതൊന്നാകെ ഏതാണ്ട് എന്തായിരുന്നു? നിസ്കാരം, നിസ്കാരം. അതുപോലെ നിങ്ങളുടെ ഉടമസ്ഥതയ്ക്ക് കീഴിലുള്ള അടിമകളുടെ കാര്യം നിങ്ങൾ സൂക്ഷിക്കുക. ഹത്താ ജഅല നബിയുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുലജ്ലിജുഹാ ഫീ സദ്രിഹി വമാ യഫീദു ബിഹാ ലിസാനുഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശബ്ദം പുറത്തു വരാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞുകൊണ്ടിരുന്നു. ഉള്ളിൽ നബി ഇത് പറഞ്ഞുകൊണ്ടിരുന്നു, ശബ്ദം പുറത്തേക്ക് വരുന്നില്ല. എന്നിട്ട് പോലും ആ അവസ്ഥയിലും കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ആവർത്തിച്ചുവെന്ന് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറഞ്ഞു തരികയാണ്. നോക്കൂ, ആ ശ്രേഷ്ഠമായ കർമ്മം മറ്റുള്ള കർമ്മങ്ങളിൽ നിന്ന് വ്യത്യാസപ്പെട്ടുകൊണ്ട് അള്ളാഹു നമ്മുടെ നബിക്ക് അത് ശറഅാക്കി നൽകിയത്, നിയമമാക്കി നൽകിയത് ഭൂമിയിൽ വച്ചല്ല, ജിബ്രീലിനെ ഇങ്ങോട്ടേക്ക് അയച്ചുകൊണ്ടല്ല, മറിച്ച് ആകാശലോകത്തേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മിഅ്റാജിന് കൊണ്ടുപോയി മുകളിൽ വെച്ചാണ് അള്ളാഹു 5 നേരത്തെ നിസ്കാരങ്ങൾ നമ്മുടെ നബിക്ക് നിർബന്ധമാക്കി നൽകിയത്. പ്രിയമുള്ളവരെ, മദ്യപിക്കുന്നതിനേക്കാൾ, മോഷ്ടിക്കുന്നതിനേക്കാൾ, മറ്റുള്ള ധാരാളം വൻ പാപങ്ങൾ ചെയ്യുന്നതിനേക്കാൾ ഗുരുതരമായ തിന്മയാണ് നിസ്കാരം ഉപേക്ഷിക്കുക എന്നത്. യാ സുബ്ഹാനല്ലാഹ്, ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ? പല ആളുകളും അവരുടെ വീടുകളിൽ നിസ്കരിക്കാത്തവരുണ്ടാകും. ഒരുവൻ്റെ വീട്ടിൽ ഒരു കള്ളൻ താമസിക്കുന്നുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ഒരു വ്യഭിചാരിയോ അല്ലെങ്കിൽ അതുപോലുള്ള കുറ്റകൃത്യങ്ങളോ ചെയ്യുന്ന ഒരുവനുണ്ട് എങ്കിൽ എങ്ങനെയായിരിക്കും അവനോട് ആളുകൾ പെരുമാറുക? എന്നാൽ അള്ളാഹുവിന് സുജൂദ് ചെയ്യാത്തവർ, റബ്ബിന് റുക്ഉ ചെയ്യാത്തവർ മാന്യന്മാരായി മുസ്ലിം ഉമ്മത്തിനിടയിൽ, മുസ്ലിം കുടുംബങ്ങൾക്കിടയിൽ അവരുടെ വീടുകളിൽ കഴിയുകയാണ്, ജീവിക്കുകയാണ്. പാടില്ല സഹോദരങ്ങളെ. നമ്മുടെ ഉമ്മത്തിൽ അങ്ങനെയുള്ളവർ ഉണ്ടാകാതിരിക്കാൻ നമ്മളേറെ ശ്രദ്ധ കൊടുക്കണം, അവരെ ഉപദേശിക്കണം, പറഞ്ഞു കൊടുക്കണം, തിരിച്ചു നൽകണം. ഉപദേശിച്ച് അല്പം ഉപദേശിച്ച് വിട്ടുകളഞ്ഞാൻ പാടില്ല. അങ്ങനെ പോട്ടെ, ഞാൻ കുറേ പറഞ്ഞു, ഇനി നന്നാവുകയില്ല എന്ന് വിചാരിക്കരുത്. അതിനുള്ള വഴികൾ വീണ്ടും വീണ്ടും നമ്മൾ നോക്കുക, അള്ളാഹുവിനോട് ധാരാളമായി ദുആ ചെയ്യുക. നോക്കൂ, നരകത്തിൽ അകപ്പെടുന്ന ആളുകളോട് അള്ളാഹു ചോദിക്കുന്ന ചോദ്യമുണ്ട്, മാ സലകകും ഫീ സഖർ, എൻ്റെ ഈ കത്തിയാളുന്ന നരകത്തിൽ നിങ്ങൾ അകപ്പെട്ടുപോയി, അതിനുള്ള കാരണം എന്തായിരുന്നു? അവർ പറയുന്ന ഒന്നാമത്തെ കാരണം എന്താണ്? ഖാലു ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നിസ്കരിക്കുന്നവരുടെ കൂട്ടത്തിലായിരുന്നില്ല. ഒന്നും ബാക്കി വെക്കാതെ സകലതും കരിച്ചു കളയുന്ന സഖർ എന്ന നരകത്തിൽ അകപ്പെടാനുള്ള കാരണം അതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദിൽ ഒരിക്കലൊരു സഹാബി നിസ്കരിക്കാതെ മാറി നിന്നത് നബി കാണുകയാണ്. അദ്ദേഹം വീട്ടിൽ വെച്ച് നിസ്കരിച്ചത് കൊണ്ടായിരുന്നു നിസ്കരിക്കാതെ മാറി നിന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുത്തു, വീട്ടിൽ വെച്ച് നിസ്കരിച്ചാലും മസ്ജിദിൽ വന്നാൽ ആളുകൾ നിസ്കരിക്കുകയാണ് എങ്കിൽ ഒന്നുകൂടി ജമാഅത്തിൽ പങ്കെടുക്കുക. അതിനിടയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, മാ മനഅക അൻ തുസല്ലി, എന്തേ നീ നിസ്കരിക്കാത്തത്? അലസ്ത ബിറജുലിൻ മുസ്ലിം, നീ മുസ്ലിം അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചോദ്യം നോക്കൂ നിങ്ങൾ, എന്താണ് നമ്മുടെ കൂടെ നിസ്കരിക്കാതിരുന്നത്? നീ ഒരു മുസ്ലിം അല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചോദ്യമാണ്. ജമാഅത്തായ നിസ്കാരങ്ങൾക്ക് വരാത്തവരെ സഹാബിമാർ മുനാഫിഖുകളുടെ കൂട്ടത്തിലായിരുന്നു എണ്ണിയിരുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ നിസ്കരിക്കാത്തവരുടെ സ്ഥിതി എന്തായിരിക്കും? ജമാഅത്തിന് വരാത്തവരെ, നിസ്കരിക്കാത്തവരെ അല്ല, ജമാഅത്തിന് നിസ്കരിക്കാൻ വരാത്തവരെ സഹാബിമാർ മുനാഫിഖുൻ മഅലൂമുൻ നിഫാഖ്, അറിയപ്പെട്ട സംശയമില്ലാത്ത മുനാഫിഖുകളുടെ കൂട്ടത്തിലായിരുന്നു അവർ കണക്കാക്കിയിരുന്നത്. എങ്കിൽ നിസ്കരിക്കാത്തവരുടെ കാര്യം എന്തായിരിക്കും? ഇത്രയെല്ലാം പ്രാധാന്യമുള്ള ഈ അമൽ എന്നാൽ നമ്മുടെ ഉമ്മത്തിൽ പലരുടെയും തുലാസിൽ തീരെ ഭാരമില്ലാത്തൊരു കാര്യമാണ്. ഒരു വിലയും 5 നേരത്തെ നിസ്കാരങ്ങൾക്ക് പലരും നൽകുന്നില്ല. പ്രിയമുള്ളവരെ, ചിന്തിച്ചിട്ടുണ്ടോ? നാളെ പരലോകത്ത്
ഈ അമൽ നഷ്ടപ്പെടുത്തിയാൽ നമ്മുടെ സ്ഥിതി എന്തായിരിക്കും? അള്ളാഹുവിൻ്റെ മുന്നിൽ ചെന്ന് നിൽക്കേണ്ടി വരുന്ന ഈ ലോകത്ത് 50,000 ദിവസങ്ങൾ, 50,000 വർഷങ്ങളുടെ ദൈർഘ്യമുള്ള ആ പരലോക നാളിൽ നമ്മുടെ സ്ഥിതി എന്തായിരിക്കും? ആ നാൾ എങ്ങനെയാണ് നമുക്ക് എളുപ്പമായി തീരുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സുദീർഘമായ നാളിനെ കുറിച്ച് പറയുകയുണ്ടായി, യൗമുൽ ഖിയാമത്തി അലൽ മുഅ്മിനീന കഖദ്രി മാ ബൈന അദ്ദുഹ്രി വൽ അസ്ർ. മുഅ്മിനുകളെ സംബന്ധിച്ചിടത്തോളം ആ പരലോക നാൾ റുദുഹറിനും അസ്റിനും ഇടയിലുള്ള സമയം പോലെ മാത്രമായിരിക്കും. സുബ്ഹാനല്ലാഹ്, ചിന്തിച്ചു നോക്കൂ. അള്ളാഹു ആ ദിനം മുഅ്മിനുകൾക്ക് എളുപ്പമാക്കി നൽകുന്നതിനെ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാദൃശ്യപ്പെടുത്തിയത്, തുലനപ്പെടുത്തിയത് 2 നിസ്കാരങ്ങൾക്കിടയിലുള്ള സമയത്തോടാണ്. നോക്കൂ, പരലോകത്ത് രക്ഷപ്പെടാൻ നിസ്കാരം പോലെ ഉപകരിക്കുന്ന മറ്റൊരു അമലുണ്ടാവുകയില്ല എന്ന സൂചന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഹദീസിലുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഒരിക്കലും അതുപേക്ഷിക്കാതിരിക്കുക, ഒരിക്കലും അതിനോട് അലംഭാവം കാണിക്കാതിരിക്കുക. നമ്മുടെ ഇളം തലമുറയോട്, നമ്മുടെ മക്കളോട്, നമ്മുടെ കുടുംബത്തോട് നമ്മളത് കൽപ്പിക്കുക. അള്ളാഹു അക്കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രത്യേകം കൽപ്പിച്ചത് നമുക്ക് ഖുർആനിൽ കാണാം. വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖൻ നഹ്നു നർസുഖുക വൽ ആഖിബതു ലിത്തഖ്വാ. വഅ്മുർ അഹ്ലക ബിസ്സലാഹ്, നബിയെ താങ്കളുടെ കുടുംബത്തോട് നിസ്കാരം താങ്കൾ കൽപ്പിക്കുക. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞത്. മുറു ഔലാദകും ബിസ്സലാത്തി വഹും അബ്നാഉ സബ്ഇൻ വദ്രിബൂഹും അലൈഹാ വഹും അബ്നാഉ അശ്റിൻ. നിങ്ങൾ മക്കളെ 7 വയസ്സായാൽ നിസ്കരിക്കാൻ കൽപ്പിക്കുക, 10 വയസ്സായാൽ നിസ്കരിച്ചില്ലെങ്കിൽ അവരെ അടിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, 10 വയസ്സെന്നാൽ പൊതുവെ പല കുട്ടികൾക്കും പ്രായപൂർത്തി എത്താത്ത പ്രായമാണ്. എന്നിട്ടുകൂടി നിസ്കാരം ഉപേക്ഷിച്ചാൽ അതിൻ്റെ പേരിൽ അടിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. കാരണം നിസ്കാരത്തിനൊരു അനുഭവമുണ്ട്, അതിനൊരു രുചിയുണ്ട്. അതൊരുവൻ അനുഭവിച്ചാൽ, അത് ആസ്വദിച്ചാൽ പിന്നെ അത് ഉപേക്ഷിക്കാൻ അവന് സാധ്യമാവുകയില്ല. എങ്കിൽ പ്രിയമുള്ളവരെ, പ്രായപൂർത്തിയെത്തിയ മുതിർന്നവരായ, അള്ളാഹുവിങ്കിൽ വിധിവിലക്കുകൾ ബാധകമായ കുട്ടികളെന്ന് പലരും അവരെ പേരിട്ട് വിളിക്കുന്നുണ്ടാകും. പക്ഷേ അങ്ങനെയുള്ള നിസ്കരിക്കാത്ത ആളുകളുടെ സ്ഥിതി എന്താണ്? അവരുടെ വിദ്യാലയങ്ങളിൽ, അവരുടെ സ്കൂളുകളിൽ നിസ്കരിക്കാനുള്ള സൗകര്യമേ ഇല്ല, ജുമഅക്ക് പോലും അയക്കുന്നില്ല. അങ്ങനെയുള്ള സ്കൂളുകളിൽ ഈ ഭൗതിക വിദ്യാഭ്യാസത്തിൻ്റെ, അള്ളാഹുവിൻ്റെ അരികിൽ ഒരു കൊതുകിൻ്റെ ചിറകിൻ്റെ വില പോലും അവൻ നൽകിയിട്ടില്ലാത്ത ഈ ദുനിയാവിൻ്റെ വിദ്യാഭ്യാസത്തിനു വേണ്ടി നിസ്കാരം ഉപേക്ഷിക്കുന്നിടങ്ങളിലേക്ക് മക്കളെ അയക്കുന്ന ആളുകളുടെ സ്ഥിതി എന്താണ്? എന്നിട്ടാവണം അവൻ പുറത്തിറങ്ങി സമുദായത്തിനു വേണ്ടി, ഇസ്ലാമിനു വേണ്ടിയൊക്കെ ഘോരഘോരമായി സംസാരിക്കുന്നത്. പ്രിയ സഹോദര, അള്ളാഹു ഈ ഇത്രയും പ്രാധാന്യം നൽകിയിട്ടുള്ള കർമ്മത്തിൻ്റെ കാര്യത്തിൽ, നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ, നിന്റെ കുട്ടികൾ അതിലെവിടെ നിൽക്കുന്നു എന്ന കാര്യത്തിൽ ഒരു ബോധവുമില്ലാതെ എന്ത് ദീനാണ് നീ പിന്നെ സംസാരിക്കുന്നത്? ഏത് സമുദായത്തെക്കുറിച്ചാണ് നീ പിന്നെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്? പ്രിയമുള്ളവരെ, അതുകൊണ്ട് ശ്രദ്ധിക്കുക, നിസ്കാരത്തിൻ്റെ കാര്യം ശ്രദ്ധിക്കുക, അതിൻ്റെ വഖ്ത് ശ്രദ്ധിക്കുക. അതിൻ്റെ ഷർത്തുകളിൽ, അതിൻ്റെ നിബന്ധനകളിൽ ഏറ്റവും പ്രാധാന്യമുള്ള നിബന്ധന അതിൻ്റെ വഖ്താണ്, അതിൻ്റെ സമയമാണ്. നോക്കൂ നിങ്ങൾ, 5 നേരം അള്ളാഹു അതിന് നിശ്ചയിച്ചിരിക്കുന്നു. അവന് ശ്രദ്ധ വിട്ടുപോകുമ്പോഴെല്ലാം അള്ളാഹുവിനെ കുറിച്ച് അവനെ ഓർമ്മപ്പെടുത്തുന്ന സമയം. അവൻ എഴുന്നേറ്റാൽ അവന് നിസ്കാരമുണ്ട്, അവൻ ഉറങ്ങുന്നതിന് മുൻപ് അവൻ്റെ നിസ്കാരമുണ്ട്, ഉച്ചക്കുണ്ട്, വൈകുന്നേരമുണ്ട്, സൂര്യൻ അസ്തമിച്ചാലുണ്ട്. ഈ സമയങ്ങളിൽ അള്ളാഹു അത് നിശ്ചയിച്ചിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം, സല്ലി സ്വലാത്ത ലിവഖ്തിഹാ, സല്ലി സ്വലാത്ത ലിവഖ്തിഹാ. നീ നിസ്കാരം അതിൻ്റെ നേരത്ത് നിർവഹിച്ചു കൊള്ളുക. അള്ളാഹു ഖുർആനിൽ നിസ്കാരം പാഴാക്കി കളഞ്ഞ, പിഴച്ച ചില തലമുറകളെ കുറിച്ച് പറഞ്ഞത് സൂറത്തു മറിയമിൽ നമുക്ക് കാണാം. ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ അദാഉ സ്സലാഹ് വത്തബഉ ശഹവാത്ത് ഫസൗഫ യൽഖൗന ഗയ്യ. നല്ലവരായ നബിമാർക്ക് ശേഷം പിഴച്ച ചില പിൽക്കാലക്കാർ വന്നു. അവർ നിസ്കാരം പാഴാക്കി കളഞ്ഞു, അവർ തോന്നിവാസങ്ങളെ പിൻപറ്റി. നരകശിക്ഷ, ഘോരമായ അപകടം അവരെ കാത്തിരിക്കുന്നുണ്ട്. ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാ എന്ന മഹാനായ താബിഈ ആയത്തിനെ കുറിച്ച് പറഞ്ഞത് കാണാം. അവർ നിസ്കാരം ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞാൽ ലം തകുൻ ഇദാഅതുഹും തർകഹ വലാകിൻ അദാഉൽ വഖ്ത്. നിസ്കാരം പാടെ ഉപേക്ഷിച്ചു എന്നതായിരുന്നില്ല അവരുടെ കുറ്റം, മറിച്ച് അവരുടെ കുറ്റം എന്താണ്? അവരതിൻ്റെ വഖ്ത് പാഴാക്കി കളഞ്ഞു, നേരത്തെ അത് നിർവഹിക്കുകയില്ല എന്നതായിരുന്നു. അവർക്കാണ് നരകമുണ്ട് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കരുതി കൂട്ടി നിസ്കാരം വൈകിപ്പിച്ച്, എന്നിട്ട് അതിൻ്റെ സമയം കഴിയാറായാൽ കാട്ടിക്കൂട്ടി നിസ്കരിക്കുന്ന
ആളുകളെക്കുറിച്ച് പറഞ്ഞത് കാണാം. തിൽക സലാത്തുൽ മുനാഫിഖ്, അത് മുനാഫിഖിൻ്റെ കപടവിശ്വാസിയുടെ നിസ്കാരമാണ്. യജ്ലിസു യർഖുബു ശംസ്, സൂര്യൻ അസ്തമിക്കുന്നത് വരെ അവരിങ്ങനെ നോക്കിയിരിക്കും, വെറുതെ ഇരിക്കും. എന്നിട്ടോ ഹത്ത ഇദാ കാനത് ബൈന ഖർനൈ ശൈത്താൻ ഖാമ ഫനഖറഹ അർബഅൻ ലാ യദ്കുറുല്ലാഹ ഫീഹാ ഇല്ലാ ഖലീലാ. സൂര്യൻ പിശാചിൻ്റെ 2 കൊമ്പുകൾക്കിടയിലായാൽ, അത് അസ്തമിക്കാറായാൽ അവൻ അതാ വന്ന് 4 കൊത്തുകൊത്തുന്നു. ലാ യദ്കുറുല്ലാഹ തആല ഫീഹാ, അവൻ അതിൽ അള്ളാഹുവിനെ ഓർക്കുകയില്ല, ഇല്ല ഖലീല, അല്പമല്ലാതെ. മുനാഫിഖിൻ്റെ ദുഷ്കാരമാണത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ശ്രദ്ധിക്കുക. പിശാച് നമ്മെ ഇതിൽ നിന്ന് വഴിതെറ്റിച്ച് കളയുന്നത്, നമ്മുടെ മക്കളെ വഴിതെറ്റിച്ച് കളയുന്നത്, അത് നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ ഇസ്ലാം യാതൊന്നും നമ്മുടെ മുന്നിൽ ബാക്കിയില്ല. അക്കാര്യം ശ്രദ്ധിക്കുക. അള്ളാഹുവിനോട് നമ്മെയും നമ്മുടെ തലമുറകളെയും നിസ്കാരം നിലനിർത്തുന്നവരാക്കാൻ പ്രാർത്ഥിക്കുക. ഇബ്രാഹിം അലൈഹിസ്സലാം ദുആ ചെയ്തതുപോലെ, റബ്ബി ജഅൽനി മുഖീമസ്സലാത്തി വമിൻ ദുർരിയതി, അള്ളാഹു എന്നെയും എൻ്റെ സന്താനങ്ങളെയും നീ നിസ്കാരം നിലനിർത്തുന്നവരാക്കണേ എന്ന്. അള്ളാഹു നമ്മെയും നമ്മുടെ തലമുറകളെയും നിസ്കാരം മരണം വരെ നിലനിർത്തുന്നവരിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വലാഹ്. സഹോദരങ്ങളെ, 5 നേരത്തെ നിസ്കാരങ്ങൾ ബാങ്ക് കേൾക്കുന്ന ദൂരത്ത് താമസിക്കുന്ന ഏതൊരാളെ സംബന്ധിച്ചിടത്തോളം, ഏതൊരു പുരുഷനും അത് ജമാഅത്തായി മസ്ജിദിൽ വന്ന് മുസ്ലിമീങ്ങളുടെ കൂടെ നിർവഹിക്കുക എന്നത് നിർബന്ധമാണ്. അത് മുസ്ലിമീങ്ങളുടെ ഒരു പൊതുബാധ്യത, ഫർദു കിഫായത്ത് ആണോ? അല്ല, മറിച്ച് ഫർദു ഐനാണ്. ഓരോരുത്തരുടെ മേലും അത് നിർബന്ധമാണ്. അതുകൊണ്ടാണ് നോക്കൂ, പരിശുദ്ധ ഖുർആനിൽ യുദ്ധ സന്ദർഭത്തിൽ ഭയപ്പാടിൻ്റെ വേളയിൽ എങ്ങനെ നിസ്കരിക്കണമെന്ന് പഠിപ്പിക്കുന്ന ആയത്തുണ്ട്. വഇദാ കുൻത ഫീഹിം ഫഅഖംത ലഹുമുസ്സലാത ഫൽതഖും ത്വായിഫത്തും മിൻഹും മഅക വലിയഖുദു അസ്ലിഹതഹും. ഓ നബിയെ, താങ്കൾ അവരുടെ കൂടെ യുദ്ധത്തിലായിരുന്നാൽ താങ്കൾ നിസ്കരിക്കുക. അവരിൽ ഒരു സംഘം ആയുധമെടുത്ത് താങ്കളുടെ പിന്നിൽ നിന്ന് നിസ്കരിച്ചു കൊള്ളട്ടെ. ആ യുദ്ധത്തിൻ്റെ വേളയിൽ നിസ്കാരത്തിലെ പല കാര്യങ്ങൾക്കും ഇളവുണ്ട്. ചില സന്ദർഭങ്ങളിൽ ഖിബ്ലക്ക് നേരെ തിരിയേണ്ടതില്ല യുദ്ധത്തിൻ്റെ വേളയിൽ. അതുപോലെ ആയുധമെടുക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കാനുമെല്ലാം അനുവാദമുണ്ട്. പക്ഷേ ആ നിസ്കാരം പോലും ജമാഅത്തായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചത്. അവിടെ പോലും ജമാഅത്ത് ഒഴിവാക്കപ്പെട്ടിട്ടില്ല. ജമാഅത്ത് നിസ്കാരം ഓരോരുത്തർക്കും നിർബന്ധമാണ് എന്നതിന് നമ്മുടെ മുൻഗാമികളായ മഹാന്മാരായ പണ്ഡിതന്മാർ ഈ ആയത്ത് തെളിവ് പിടിച്ചതായി നമുക്ക് കാണാം. നോക്കൂ, അള്ളാഹു നിസ്കരിക്കുന്നവരുടെ കൂടെ നിസ്കരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. വഅഖീമുസ്സലാത വആതുസ്സകാത വർകഉ മഅർറാകിഈൻ. നിങ്ങൾ നിസ്കാരം നിലനിർത്തുക, സകാത്ത് കൊടുത്തു വിട്ടുക. വർകഉ മഅർറാകിഈൻ, റുകൂഅ് ചെയ്യുന്നവരുടെ കൂടെ റുകൂഅ് ചെയ്യുക. നിസ്കരിക്കുന്നവരുടെ കൂടെ നിസ്കരിക്കാനാണ് അള്ളാഹുവിൻ്റെ കൽപ്പനയുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അന്ധനായ ഒരു സഹാബി വന്ന് ചോദിക്കുകയാണ്, ലൈസ ലി ഖായിദ്, നബിയെ, എന്നെ മസ്ജിദിലേക്ക് കൊണ്ടുവരാൻ, എന്നെ കൈപിടിച്ച് കൂട്ടിവരാൻ ആരുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിച്ചത് എന്താണ്? അതസ്മഉ നിദാ, നീ ബാങ്ക് കേൾക്കുമോ? നിസ്കാരത്തിലേക്കുള്ള ആ വിളി അത് നീ കേൾക്കുമോ? അദ്ദേഹം പറഞ്ഞു, നഅം, കേൾക്കും. ഫഅജിബ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, എങ്കിൽ മസ്ജിദിൽ ജമാഅത്തിനെത്തുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കുകയാണ്. അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മി മക്തൂം, അന്ധനായ മറ്റൊരു സഹാബി, നബിയോട് പറയുകയാണ്, ഇന്നൽ മദീനത കസീറതു അൽ ഹവാമി വസ്സിബാ. നബിയെ, മദീന ധാരാളം ഇഴജന്തുക്കളും കടിക്കുന്ന ജന്തുക്കളുമെല്ലാമുള്ള ഒരു നാടാണ്. എനിക്ക് മസ്ജിദിലേക്ക് വരാതിരിക്കാൻ, ജമാഅത്തിന് വരാതിരിക്കാൻ ഇളവുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു, അതസ്മഉ ഹയ്യ അലസ്സലാഹ് ഹയ്യ അലൽ ഫലാഹ്, നീ ഹയ്യ അലസ്സലാഹ് ഹയ്യ അലൽ ഫലാഹ് എന്ന് കേൾക്കാറുണ്ടോ? കേൾക്കുന്ന ദൂരത്താണോ നീ താമസിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, അതെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഹയ്യ ഹലൻ, എങ്കിൽ ഉത്തരം നൽകി വന്നുകൊള്ളുക. സുബ്ഹാനല്ലാഹ്, അന്ധനായ, കൈപിടിച്ച് മസ്ജിദിലേക്ക് കൂട്ടിവരാൻ ആളില്ലാത്ത സഹാബിയോട് പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബാങ്ക് കേൾക്കുന്ന ദൂരത്തിലാണോ താമസം എന്ന് പറഞ്ഞാൽ, പഴയ കാലത്ത് ഇന്നത്തേതുപോലെ ഉച്ചഭാഷിണികളില്ലാത്ത കാലത്ത് ബാങ്ക് വിളിച്ചാൽ കേൾക്കുന്ന ദൂരത്താണോ ഒരാൾ താമസിക്കുന്നത് എങ്കിൽ മസ്ജിദിലേക്ക് ജമാഅത്തിന് വരിക പുരുഷനായ ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് നോക്കൂ നിങ്ങൾ, അസ്ഖലു സലാത്തിൻ അലൽ മുനാഫിഖീന സലാത്തുൽ ഇശാഇ വ സലാത്തുൽ ഫജ്ർ.
മുനാഫിഖുകൾക്ക് ഏറ്റവും പ്രയാസകരമായ 2 നിസ്കാരങ്ങൾ ഇശാഉം അതുപോലെ ഫജ്ർ നിസ്കാരവുമാണ്, സുബ്ഹ് നിസ്കാരവുമാണ്. വലൗ യഅലമൂന മാ ഫീഹിമാ ലഅതൗഹുമാ വലൗ ഹബ്വാ. അതിൻ്റെ 2ൻ്റെയും ശ്രേഷ്ഠത അവർ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ മുട്ടുകാലിൽ ഇടഞ്ഞുകൊണ്ടെങ്കിലും അവരതിന് വന്നേനെ. വലഖദ് ഹമംതു അൻ ആമുറ ബിസ്സലാത്തി ഫതുഖാം ثم آمر رجلا فيصلي بالناس ثم أنطلق معي برجال معهم حزم من حطب إلى قوم لا يشهدون الصلاة فأحرق عليهم بيوتهم بالنار. ഞാൻ ചെയ്യട്ടെ എന്ന് വിചാരിച്ചുപോയി, ഞാൻ ചെയ്യാൻ വിചാരിച്ചുപോയി. എന്താണ്? നിസ്കാരത്തിന് സമയമായാൽ ഇമാമത്തിന് മറ്റൊരാളെ നിർത്തി കുറച്ചാളുകളെയും കൂട്ടി വിറക് കെട്ടുമായി ചെന്ന് ജമാഅത്തിന് വരാത്തവരുടെ വീടുകൾ അവരതിലുണ്ടായിരിക്കെ കത്തിച്ച് കളയാൻ, അവരുടെ വീടുകൾക്ക് തീ കൊടുക്കാൻ ഞാൻ ചിന്തിച്ചു പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, പ്രിയമുള്ളവരെ നോക്കൂ, ഈ ഹദീസിൽ 1 ജമാഅത്തിന് വരാത്തവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുനാഫിഖുകൾ എന്ന് വിളിച്ചു. 2 അവരുടെ വീടുകളടക്കം കത്തിച്ച് കളയാൻ ഞാൻ ചിന്തിച്ചു പോയി എന്ന് പറഞ്ഞു. ഇത് രണ്ടും ജമാഅത്തിന് വരിക പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ് എന്നതിനുള്ള തെളിവാണ്. ചില റിവായത്തുകളിൽ കാണാം, ജമാഅത്ത് നിർബന്ധമില്ലാത്ത സ്ത്രീകളും കുട്ടികളും ഇല്ലായിരുന്നുവെങ്കിൽ ഞാനത് ചെയ്തേനെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. നോക്കൂ നിങ്ങൾ, ഇങ്ങനെ നബിയുടെ ഈ കൽപ്പന പാലിച്ചവരായിരുന്നു നമ്മുടെ മുൻഗാമികൾ. അവരിൽ സഹാബിമാരിൽ ചിലർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതുപോലെ 2 പേരുടെ ചുമലിൽ താങ്ങിവരെ ജമാഅത്തിന് വരാറുണ്ടായിരുന്നു. എന്നിട്ട് സഫുകളിൽ ആളുകൾ അവരെ നിർത്താറുണ്ടായിരുന്നു. ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം, നമ്മുടെ മുൻഗാമികൾ അത് ഏറെ ശ്രദ്ധിച്ചവരായിരുന്നു. മഹാനായ താബിഈ സഈദ് ഇബ്നുൽ മുസയ്യിബ് റഹിമഹുല്ലാ അദ്ദേഹം പറയുകയാണ്, മാ ഫാതത്നി സലാത്തുൽ ജമാഅത്തി മുൻദു 40 സന. 40 വർഷമായി ഒരു ജമാഅത്ത് നിസ്കാരം പോലും എനിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. സഈദ് ഇബ്നുൽ മുസയ്യിബ് റഹിമഹുല്ലാ അദ്ദേഹം പറയുകയാണ്. ഇന്നും നോക്കൂ, അൽഹംദുലില്ലാഹ്, അങ്ങനെ ജമാഅത്തിന് വരാൻ ശ്രദ്ധ പുലർത്തുന്ന എത്ര ആളുകൾ നമുക്ക് കാണാം. ചില നാടുകളിൽ ചെന്നാൽ വീൽ ചെയറുകളിൽ ആളുകൾ അവരെ കൊണ്ടുചെന്ന് മസ്ജിദിൽ ജമാഅത്തിന് കൊണ്ടുചെന്നാക്കുന്നത് കാണാം. മുൻഗാമികളെ, സഹാബിമാരെ, താബിഈങ്ങളെ, സലഫുകളെ, ഈ ഉമ്മത്തിലെ നല്ലവരായ മുൻഗാമികളെ ഓർമ്മിപ്പിക്കുന്ന രംഗമാണത്. എങ്കിൽ പ്രിയമുള്ളവരെ, യുവാക്കളെ, ആരോഗ്യത്തിനൊരു പ്രശ്നവുമില്ലാത്തവരെ, എന്താണ് നിങ്ങൾക്കുള്ള തടസ്സം? അള്ളാഹുവിൻ്റെ മസ്ജിദിൽ നിന്ന് ഹയ്യ അല സലാഹ്, ഹയ്യ അലൽ ഫലാഹ് എന്ന് വിളിക്കുമ്പോൾ അവിടേക്ക് വരാൻ എന്താണ് തടസ്സം? യഥാർത്ഥ പൗരുഷം പ്രിയമുള്ളവരെ അതാണ്. ആണുങ്ങളാണോ പുരുഷന്മാരാണോ ജമാഅത്തിന് വരുന്നവരായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെയാണ് പുരുഷന്മാർ എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത്. സൂറത്തുൻ നൂറിൽ നമുക്ക് കാണാം, ഫീ ബുയൂത്തിൻ അദിനല്ലാഹു അൻ തുർഫഅ വയുദ്കറ ഫീഹാ ഇസ്മുഹു യുസബ്ബിഹു ലഹു ഫീഹാ ബിൽഗുദുവി വൽ ആസാൽ റിജാലുൻ ലാ തുൽഹിഹിം തിജാറത്തു വലാ ബൈഉൻ അൻ ദിക്രില്ലാഹി വഇഖാമിസ് സ്വലാത്തി വഇതാഇസ് സകാത്ത് യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ. മസ്ജിദുകളിലേക്ക് അള്ളാഹുവിനെ സ്മരിക്കാൻ ഉയർത്തപ്പെട്ട, രാവിലെയും വൈകുന്നേരവും അള്ളാഹു സ്മരിക്കപ്പെടുന്ന ആ ഭവനങ്ങളിലുള്ളവരാരാണ്? അള്ളാഹു പറയുകയാണ്, റിജാലുൻ, ചില പുരുഷന്മാരാണ്. യഥാർത്ഥ പൗരുഷം അതാണ്. മസ്ജിദുകളിലേക്ക് ജമാഅത്തിന് വരാത്തവർ, അവർക്ക് പൗരുഷമല്ല, അവരുടെ ആണുങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുക സാധ്യമല്ല. അള്ളാഹു മസ്ജിദിൽ ജമാഅത്തിന് വരുന്നവരെയാണ്, മസ്ജിദുകൾ നിറക്കുന്നവരെയാണ് റിജാലുൻ, പുരുഷന്മാർ എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ ശ്രദ്ധിക്കുക, അത് നിർബന്ധമാണ്. അതോടൊപ്പം അതിൻ്റെ ശ്രേഷ്ഠത എത്രയാണ്! റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, ഇദാ തവദ്ദഅ ഫഅഹ്സനൽ വുദൂഅ ثم خرج إلى المسجد لا يخرجه إلا الصلاة لم يخطو خطوة إلا رفعت له بها درجة وحط عنه بها خطيئة. ആരാണോ വുദൂ ചെയ്ത് മസ്ജിദിലേക്ക് ജമാഅത്തിന് വേണ്ടി മസ്ജിദിലേക്ക് പുറപ്പെടുന്നത്, അവൻ മസ്ജിദിലേക്ക് ചെല്ലുമ്പോഴെല്ലാം ഓരോ കാലടി വെക്കുമ്പോഴും അവൻ്റെ ഒരു പദവി അള്ളാഹുവിങ്കൽ ഉയരുകയാണ്. അവൻ്റെ ഒരു പാപം ഓരോ കാലടി മുഖേനയും മായ്ക്കപ്പെടുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു, മൻ ഗദാ ഇലൽ മസ്ജിദി ഔ റാഹ് അഅദ്ദല്ലാഹു ലഹു നുസുലൻ ഫിൽ ജന്ന കുല്ലമാ ഗദാ ഔ റാഹ്. മസ്ജിദിലേക്ക് രാവിലെയോ വൈകുന്നേരമോ ചെല്ലുമ്പോഴെല്ലാം അങ്ങനെ ചെല്ലുന്നവന് വേണ്ടി സ്വർഗത്തിൽ അള്ളാഹു വിരുന്നൊരുക്കി വെക്കുന്നതാണ്. അവൻ പോകുമ്പോഴെല്ലാം ഒരുക്കി വെക്കുന്നതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ ശ്രദ്ധിക്കുക, പിശാചിൻ്റെ കെണികളെ നാം സൂക്ഷിക്കുക. ജമാഅത്ത് നിസ്കാരത്തിന് വരാതിരിക്കാൻ, നിസ്കാരം മുടക്കാൻ, നിസ്കാരത്തിൻ്റെ സമയം വൈകിപ്പിക്കാനെല്ലാം
പിശാച് ശ്രമിച്ചുകൊണ്ടിരിക്കും. പ്രത്യേകിച്ച് ഫജ്റിൻ്റെ സമയം, ഫജ്റിൻ്റെ ജമാഅത്ത്, സുബ്ഹിൻ്റെ ജമാഅത്ത്. പ്രിയമുള്ളവരെ ശ്രദ്ധിക്കുക, ഏറ്റവും പ്രാധാന്യമുള്ള 2 നിസ്കാരങ്ങൾ അത് സുബ്ഹും അസ്റുമാണ്. ഒരിക്കൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സുലൈമാൻ ഇബ്നു അബി ഹസ്മ എന്നുപേരുള്ള ഒരാളെ സുബ്ഹി ജമാഅത്തിന് വന്നത് കണ്ടില്ല. സുലൈമാൻ ഇബ്നു അബി ഹസ്മയെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഫജ്ർ ജമാഅത്തിന് കണ്ടില്ല. ഉമർ അന്വേഷിച്ച് വീട്ടിലേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് ഉമ്മയോട് ചോദിക്കുന്നു, എന്തു പറ്റി? ഉമ്മ പറഞ്ഞു, അദ്ദേഹം രാത്രി ദീർഘമായി രാത്രി നിസ്കാരം നിർവഹിച്ച് ഉറങ്ങിപ്പോയതാണ്. സുലൈമാൻ ഇബ്നു അബി ഹസ്മയുടെ ഉമ്മ പറഞ്ഞു, മകൻ രാത്രി നിസ്കരിച്ച് അങ്ങനെ നിസ്കാരം ഒന്ന് ദീർഘിച്ചു, ഫജ്റിന് ഉറങ്ങിപ്പോയി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി, ലഅൻ അശ്ഹദ സ്വലാത്ത സുബ്ഹി ഫിൽ ജമാഅത്തി അഹബ്ബു ഇലയ്യ മിൻ അൻ അഖൂമ ലൈല. രാത്രി മുഴുവൻ നിന്ന് നിസ്കരിക്കുന്നതിനേക്കാൾ സുബ്ഹിന്റെ ജമാഅത്തിൽ പങ്കെടുക്കുന്നതാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. നോക്കൂ നിങ്ങൾ, തഹജ്ജുദ് നിസ്കരിച്ച് ജമാഅത്തിന് വരാൻ പറ്റാതായി പോയ ആളെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എതിർക്കുകയാണ്. എങ്കിൽ ഒരു ഗൗരവമില്ലാത്ത വെറും കളി തമാശകൾക്ക് വേണ്ടി, പോകട്ടെ ഹറാമുകൾക്ക് വേണ്ടി രാത്രി നേരം കളഞ്ഞ് ഫജ്ർ നഷ്ടപ്പെടുത്തി കളയുന്ന ആളുകളുടെ സ്ഥിതി എന്തായിരിക്കും? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കുത്തേറ്റ് കിടക്കുന്ന ആ ദിനങ്ങളിൽ ഫജ്റിന് വേണ്ടി ഉമറിനെ വിളിക്കാൻ മിസ്വർ ഇബ്നു മഖ്റമ റളിയല്ലാഹു അൻഹു ചെല്ലാറുണ്ടായിരുന്നു. കുത്തേറ്റ് ആ കുത്തിലാണ് ഉമർ മരണപ്പെട്ടത്. ദിവസങ്ങൾ ഉമർ റളിയല്ലാഹു അൻഹു ആ കുത്തുമായി, ആ മുറിവുമായി കഴിച്ചു കൂട്ടിയിരുന്നു. ആ നാളുകളിൽ ഫജ്റിന് വേണ്ടി ഫജ്ർ നിസ്കരിക്കാൻ ഉമറിനെ വിളിച്ചുണർത്താൻ മിസ്വർ ഇബ്നു മഖ്റമ റളിയല്ലാഹു അൻഹു ചെല്ലുമായിരുന്നു. ഉമർ പറയും, നഅം, അതെ, വലാ ഹദ്ദ ഫിൽ ഇസ്ലാം ലിമൻ തറക അസ്സലാഹ്. ശരിയാണ് ഈ പ്രവർത്തനം. നിസ്കാരം ഉപേക്ഷിച്ചവന് പിന്നെ ഇസ്ലാമിൽ യാതൊരു ഓഹരിയുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതാ നാളെ പരലോകത്ത് ഒരുവന് മരണശേഷം ലഭിക്കുന്ന ശിക്ഷയെക്കുറിച്ച് പറയുകയാണ്. എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു അത് കാണിച്ചു കൊടുത്തു. 2 പേർ, അതിലൊരാൾ കിടക്കുന്നു, മറ്റൊരാൾ വലിയ കല്ലെടുത്ത് അവൻ്റെ തലക്ക് മുകളിലിടുന്നു. അവൻ്റെ മുഖം, അവൻ്റെ തല ചിന്നിച്ചിതറുന്നു. കല്ല് മറ്റൊരു സ്ഥലത്തേക്ക് വീണു പോവുകയാണ്. എറിഞ്ഞയാൾ ആ കല്ലെടുക്കാൻ പോകുന്നു. കല്ലെടുത്ത് തിരിച്ചു വരുമ്പോഴേക്കും ഇയാളുടെ മുഖം നേരത്തേതുപോലെ ആയിട്ടുണ്ട്. വീണ്ടും ഈ രൂപത്തിൽ ശിക്ഷ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതാരാണെന്ന് ചോദിച്ചപ്പോൾ ലഭിച്ച ഉത്തരം എന്താണ്? ഫഇന്നഹു റജുലു യഅഖുദുൽ ഖുർആന ഫയർഫുദുഹു. ഒരാൾ ഖുർആൻ കിട്ടിയിട്ട് അതനുസരിക്കാൻ തയ്യാറല്ലാത്ത ആളാണ്. വയനാമു അനിസ് സ്വലാത്തിൽ മക്തൂബ. നിർബന്ധ നിസ്കാരത്തിന് ചെല്ലാതെ ആ നിർബന്ധ നിസ്കാരം ഒഴിവാക്കി ആ നേരത്ത് കിടന്നുറങ്ങുന്നവനാണ്. നിർബന്ധ നിസ്കാരം പാഴാകുന്ന രൂപത്തിൽ കിടന്നുറങ്ങുന്നവൻ. സുബ്ഹാനല്ലാഹ്, ഫജ്റിൻ്റെ നേരത്ത് കിടന്നുറങ്ങി സൂര്യൻ ഉദിച്ചതിന് ശേഷം ചിലപ്പോൾ ദുഹറിൻ്റെ കൂടെയൊക്കെ അത് നിസ്കരിക്കുന്ന എത്ര ആളുകളുണ്ട്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രിയമുള്ളവർ, ഇത്രയും കടുത്ത ശിക്ഷയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതേക്കുറിച്ച് താക്കീത് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. പിശാച് നമ്മുടെ ശിരസിൽ 3 കെട്ടുകളിടുമെന്നാണ്. രാത്രി ഉറങ്ങിക്കൊള്ളൂ എന്ന് പറയും. എഴുന്നേറ്റ് അല്ലാഹുവിനെ സ്മരിച്ചാൽ ഒരു കെട്ട് അത് അഴിഞ്ഞു പോകും. വുദൂ ചെയ്താൽ 2ാമത്തെ കെട്ട് അഴിഞ്ഞു പോകും. നിസ്കരിച്ചാൽ 3ാമത്തെ കെട്ടും അടിയും. അങ്ങനെ ഉന്മേഷവാനായി പകലിൽ അവൻ പ്രവേശിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അതല്ല എങ്കിൽ അവൻ്റെ ആ ദിവസം തന്നെ മടി നിറഞ്ഞ, അലസത നിറഞ്ഞ ദിവസമായിരിക്കും. ഫജ്ർ നിസ്കാരം നഷ്ടപ്പെടുത്തിയ ആളെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? ദാക റജുലുൻ ബാല ശൈത്താനു ഫി ഉദ്നൈഹി. പിശാച് ചെവികളിൽ മൂത്രമൊഴിച്ചവനാണവൻ. യാ സുബ്ഹാനല്ലാഹ്, ഇത്രയും വൃത്തികെട്ട ഒരുവൻ നമ്മുടെ ചെവികളിൽ മൂത്രമൊഴിക്കുക എന്ന് പറഞ്ഞാൽ എത്ര മോശമായ കാര്യമാണ്. അതുകൊണ്ട് ഫജ്ർ ജമാഅത്തിൻ്റെ കാര്യം റമദാൻ കഴിഞ്ഞാലും എൻ്റെ പ്രിയ സഹോദരങ്ങളെ, യുവാക്കളെ, കുട്ടികളെ ശ്രദ്ധിക്കുക. മരണം വരെ അത് വിടാതിരിക്കാൻ ശ്രദ്ധിക്കുക. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിൻ്റെ ജീവിതത്തിൽ വിരലിലെണ്ണാവുന്ന സന്ദർഭങ്ങളിലല്ലാതെ ഫജ്റിന് അവർ ഉറങ്ങിപ്പോയത് നമുക്ക് കാണുക സാധ്യമല്ല. വിരലിലെണ്ണാവുന്ന സന്ദർഭങ്ങളിലല്ലാതെ. എന്നാൽ നമ്മിൽ പലരുടെയും സ്ഥിതി എന്താണ്? ഫജ്റിൻ്റെ സമയം നഷ്ടപ്പെടുത്തുന്ന എത്ര ദിനങ്ങളാണ് ആളുകളുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയി കൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് പ്രിയമുള്ളവരെ മുസ്ലിമീങ്ങൾ മസ്ജിദുകളിൽ നിസ്കരിച്ചു കൊണ്ടിരിക്കെ അവർ ഇമാമിനു പിന്നിൽ അള്ളാഹുവിന് വേണ്ടി സഫായി നിൽക്കുന്ന സന്ദർഭത്തിൽ പുതച്ചുമൂടി കിടന്നുറങ്ങാൻ എങ്ങനെയാണ് ഒരു മുസ്ലിമിന് സാധിക്കുക? എങ്ങനെയാണ് അവന് യോജിക്കുക?
എങ്ങനെയാണ് ഇങ്ങനൊരു ഉമ്മത്തിന് അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാവുക? അതുകൊണ്ട് റബ്ബിൻ്റെ സഹായം ലഭിക്കാൻ, പ്രതിസന്ധികൾ പ്രയാസങ്ങൾ നീങ്ങാൻ ആദ്യം നാം ശ്രമിക്കേണ്ടത് അള്ളാഹുവിൻ്റെ ദീനിലേക്ക് മടങ്ങുക എന്നതാണ്. എങ്കിലാണ് അള്ളാഹു നമുക്ക് എല്ലാ വിജയവും ആശ്വാസവും പകർന്നു നൽകുക. അള്ളാഹു റബ്ബുൽ ആലമീൻ ഈ പറഞ്ഞതും കേട്ടതുമായ നന്മകൾ ജീവിതത്തിലൂടെ നീളം പാലിക്കാൻ എനിക്കും നിങ്ങൾക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അള്ളാഹു നമ്മിലെ രോഗികൾക്ക് ശിഫ നൽകുമാറാകട്ടെ. അള്ളാഹു മുസ്ലിമീങ്ങൾക്ക് എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും മോചനം നൽകുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم فرج هم المهمومين من المسلمين ونفس كرب المكروبين واقض الدين عن المدينين واشف مرضانا ومرضى المسلمين وارحم موتانا وموتى المسلمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أدخلنا الجنة، اللهم أدخلنا الجنة، اللهم أدخلنا الجنة. ربنا تقبل منا صيامنا وقيامنا وأعمالنا يا رب العالمين. وصلى الله وسلم على نبينا محمد.